നോമ്പ് കാലം യാഗമായി തീരുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന കാലം. യാഗമായി തീരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന കാലം. ക്രിസ്തു പറയുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് വെറുതെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലമുണ്ടാകും. ഗോതമ്പ് മണികളായി, വിത്തുകളായി കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുകയാണ്. വെറുതെ നമുക്ക് ഇരിക്കുവാനായിട്ട് കഴിയും, സുരക്ഷിതമായിട്ട് ഇരിക്കുവാനായിട്ട് കഴിയും, തനിയെ ഇരിക്കുവാനായിട്ട് കഴിയും. പക്ഷേ നമ്മെ തന്നെ ത്യജിക്കുവാൻ തയ്യാറായാൽ, ഞാനെന്ന ഭാവങ്ങളെ ത്യജിക്കുവാൻ തയ്യാറായാൽ, നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഹിതങ്ങളും നമ്മുടെ പദ്ധതികളും ദൈവഹിതത്തിനായി ത്യജിക്കുവാൻ തയ്യാറായാൽ, അനേകം പേർക്ക് പ്രയോജനപ്പെടുന്ന നന്മകളാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നവനാണ് കർത്താവ്. വിത്ത് മണ്ണിൽ വീണ് ചത്ത് അത് പുതിയൊരു മരമായി, അനേകം ഫലം കായ്ക്കുന്ന, അനേകം വിത്തുകളുള്ള ഒരു മരമായി മാറുന്നത് പോലെ നമ്മുടെയും ജീവിതങ്ങളെ ദൈവഹിതത്തിനായിട്ട് സമർപ്പിക്കേണ്ടുന്ന കാലമാണിത്. യാഗമായി മാറുവാൻ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടുന്ന കാലഘട്ടം. നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് മാറ്റിവെക്കാം. ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. നാം നമ്മെക്കുറിച്ച് ലക്ഷ്യം കാണുന്നതിനേക്കാൾ ഏറെ ശ്രേഷ്ഠമായ പദ്ധതികൾ. ആ ദൈവഹിതത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുന്ന, ത്യാഗമായി തീരുവാനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമർപ്പണത്തിന്റെ നാളുകളായി ഈ നോമ്പ് കാലഘട്ടം നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.